ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ പേരാണ് എഗ് കൊത്തു പെറോട്ട. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് വഴക്കാം. നന്നായി ഒന്ന് വഴക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിലേക്ക് ഒരു 2 മുളക്, ചെറുതായിട്ട് അരിഞ്ഞ 2 മുളകും ഇടുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം, അതുപോലെ കുറയ്ക്കുന്നെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് വഴക്കിയെടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ സോയ സോസും കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസും എന്നിവ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റാം, പാനിൻ്റെ സൈഡിൽ മാറ്റാം. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ അതിൻ്റെ മറു സൈഡിൽ ഒഴിക്കുക. അതിലേക്ക് 2 മുട്ട എടുക്കുക. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അതിനെ ഫ്രൈ പോലെ ആക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് മുട്ടയൊക്കെ. എന്നിട്ട് അത് നമുക്ക് മിക്സറിലായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ മുട്ടയിലേക്ക് നമ്മുടെ ഈ മിക്സറെല്ലാം ഒന്ന് പിടിച്ച് വരും. അതിലേക്ക് 1/2 കപ്പ് തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില വേണമെന്നുള്ളവർക്ക് മതിയാകും. കറിവേപ്പില വേണ്ടെങ്കിൽ മാറ്റാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പെറോട്ട ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1-2 പെറോട്ട എടുത്തിട്ട് ഒരു റോള് പോലെ ആക്കി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകും. എന്നിട്ട് പെറോട്ട നമുക്ക് അതിലേക്ക് ഇടുക. സ്ലൈസ് ചെയ്തിട്ടുള്ള പെറോട്ട അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഫുള്ളൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 1/2 നാരങ്ങ എടുത്തിട്ട് നമുക്കതൊന്ന് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം. നമ്മുടെ എഗ് കൊത്തു പെറോട്ട തയ്യാറായി കഴിഞ്ഞു. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. And thank you for watching guys, and please do subscribe to our channel. Thank you.